അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ആരോട് സംസാരിച്ചതൊക്കെ ഇന്ന് വാർത്താ ചാനലുകളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. പാലോടി രവിയുമായിട്ട് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടവൻ ചെയ്തതാണ് ഫാദർലെസ് പൊളിറ്റിക്സ്. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസിന്റെ അഭ്യുദയകാംക്ഷി എന്ന രീതിയിലാണ് അതിനകത്ത് സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നശിച്ച് നാറാണക്കല്ലാവും എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് നശിച്ച് കാണരുതെന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ഇവിടെ റീൽസ് ഇട്ട് കളിക്കുകയും ഈ കണവണ പരിപാടി നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെ പറഞ്ഞു. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ഒരു പാവം മനുഷ്യന്റെ പണ്ടത്തെ ജനഗണമനയൊക്കെ പാടി ഭയങ്കര പ്രശസ്തനായിട്ടുള്ള സംസ്കാര സാഹിത്യരൊക്കെ സംസ്ഥാന കൺവീനർ ചെയർമാനൊക്കെ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് പാലോട് രവി. പാലോട് രവി ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ആരോട് സംസാരിച്ചതൊക്കെ ഇന്ന് വാർത്താ ചാനലുകളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പാലോട് രവിയെ കുറിച്ച് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ അയാൾ വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണ്. മനുഷ്യന് വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും, എനിക്കുണ്ടാവും, സിബിക്ക് ഉണ്ടാവും, പാലോട് രവിക്ക് ഉണ്ടാവും. നമ്മളെ ഗർഭസ്ഥ ശിശു മാത്രമേ ഉള്ളൂ വിശുദ്ധൻ. ലോകത്തുള്ള ഒരു മനുഷ്യനും വിശുദ്ധന്മാരല്ല. ആരാണെങ്കിലും, അത് മാർപ്പാപ്പ തൊട്ട് നമ്മൾ ആരാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് രാജ്യത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരാളും പരിപൂർണ്ണമായ വിശുദ്ധനല്ല. അവരുടേതായ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. ഇദ്ദേഹം 7 തവണ നെടുമ്പങ്ങാട് മത്സരിച്ചിട്ടുണ്ട്, 3 തവണ വിജയിച്ചിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. 34 വർഷം മുമ്പ് 91 ആദ്യമായിട്ട് നെടുമ്പങ്ങാട് MLA ആവുന്നത്. പിന്നെ 2015-16 കാലഘട്ടത്തിൽ ഒരു വർഷം ഡെപ്യൂട്ടി സ്പീക്കറായിട്ടും നിയമസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 76 വയസ്സുള്ള മനുഷ്യൻ KSUവിലൂടെ കടന്നു വന്നു. യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു, കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു, MLA ആയി, ഡെപ്യൂട്ടി സ്പീക്കറായി. ഇപ്പം അതിനെല്ലാം താഴെ വന്നിട്ട് DCC പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥാനം ഇപ്പോൾ എടുത്തു മാറ്റും. അപ്പോൾ മാത്രമല്ല, ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഏതെല്ലാം മേഖലകളിൽ കൈവക്കാൻ പറ്റുമോ? ഒരു വശത്ത് രാഷ്ട്രീയ പ്രവർത്തനം, മറുവശത്ത് സാംസ്കാരികം, മറുവശത്ത് ട്രേഡ് യൂണിയൻ, ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളെ ഈ വയസ്സുകാലത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ അഭ്യുദയകാംക്ഷി എന്ന രീതിയിലാണ് അതിനകത്ത് സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ പോക്ക് പോയാൽ ഈ പാർട്ടി നശിക്കും എന്നുള്ളത്. ഇപ്പം ഞാനൊക്കെ എത്രയോ കാലങ്ങളായിട്ട് CPM കുറിച്ച് പറയുന്നത് പോലെയാണ്. കാരണം നമ്മുടെ ഉള്ളിലെ സങ്കടം കൊണ്ടാണ് പറയണത്. കാരണം നമ്മൾ പറയണത് ഈ പോക്ക് പോയ പാർട്ടി നശിച്ച് നാറാണക്കല്ലാവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് നശിച്ച് കാണരുതെന്നുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെ മാനിക്കണം. പിന്നെ ഇങ്ങനെ കോൾ ചെയ്യുന്നൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക് ഡൊമൈനിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തനി ശുദ്ധ വൃത്തിയുടെ. ചില ആൾക്കാരുണ്ട് വാട്സപ്പിൽ കോൾ ചെയ്യാം എന്ന് പറയും. വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഫോൺ ഇല്ലാത്തവരാരുമില്ല. ഒന്ന് ലൗഡ് സ്പീക്കറിൽ വാട്സപ്പിൽ സംസാരിച്ചിട്ട് മറ്റേ ഫോൺ അടുത്തങ്ങ് പിടിച്ചാൽ മതി, വോയിസ് മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ വാട്സപ്പ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ഇവിടെ റീൽസ് ഇട്ട് കളിക്കുകയും ഈ കണവണ പരിപാടി നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെ പറഞ്ഞ് ലീഗിൻ്റെ പണിയെടുക്കും. ലീഗിൻ്റെ പണിയെടുക്കും, അവർക്ക് പിടിക്കാൻ പറ്റുന്ന സീറ്റ് പിടിക്കും. പിന്നെ വേറെ ആരാ ഉള്ളത്? ജോസ് കെ മാണി വരികയാണെങ്കിൽ ഗുണം ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് അടിത്തട്ടിൽ സംഘടനയില്ല. ഇവർക്ക് പിന്നെ ഇപ്പം എൻ്റെ നാട്ടിലൊന്നും ഒരു സംഘടനയില്ല. അതായത് ഇന്നിപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, നമ്മൾ ഈ വിഷയം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഞാനൊരു സുഹൃത്തിനെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മണ്ഡലം കമ്മിറ്റികൾ എന്നൊക്കെ, നേരത്തെ മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രസിഡന്റുമാർ ആ നാട്ടിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആ വിഷയത്തിൽ ഇടപെടുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുകയും ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും പാർട്ടിയെ സജീവമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ തയ്യാറായിരുന്നു. പക്ഷേ ഇവരൊക്കെ എന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം വരുമ്പോഴത്തേക്ക് ഒരു മത്സരത്തിൻ്റെ കാര്യം വരും. ഇപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു മത്സരം വരുന്ന സമയത്ത് നിൻ്റെ മത്സരിക്കാൻ പൈസ ഉണ്ടോ, ചിലവാക്കാൻ കാശുണ്ടോ, നിൻ്റെ കാശില്ല, നീ ഇവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയാണ് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതായത് മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പാലോട് DCC പ്രസിഡന്റാണ്. ആ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന മണ്ഡലം കമ്മിറ്റികളിലും നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിങ്ങുകളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം എന്താണ്, നിങ്ങൾ മണ്ഡലങ്ങൾ സജീവമാക്കണം, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം, അതല്ലെങ്കിൽ നമ്മൾ 3ാം സ്ഥാനത്ത് പോകും, അതല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും, വീണ്ടും ഒരു പിണറായി മന്ത്രിസഭയുടെ അധികാരത്തിൽ വരും. ഇത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ചേട്ടാ പറയാൻ പറ്റൂ. പൈസ ഇല്ലാതെ കൂട്ടിക്കും. പൈസ ഇല്ലാതെ സംഘടനാ പ്രവർത്തനം നടത്താം. തുടർച്ചയായിട്ട് 9 വർഷം അധികാരത്തിന് പുറത്ത് നിൽക്കുകയും കേന്ദ്രത്തിലും പിന്നെ 3 ടൈമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പം ഫണ്ട് റേസിങ് സാധ്യമാവത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവർത്തനത്തിലുള്ള പാർട്ടി ഫണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല, ആരും കൊടുക്കൂല്ല. ഇനി കിട്ടിയാൽ തന്നെ അവന്മാർ പോക്കറ്റിൽ ഇവരെ പൊതു സ്വഭാവം അതാണല്ലോ, ഒന്നും ഓഡിറ്റിംഗ് ഇല്ലല്ലോ. കോൺഗ്രസിന് മാത്രമുള്ള ദൗർബല്യം. അതുകൊണ്ടാണല്ലോ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലൊക്കെയുള്ള വീട് പ്രഖ്യാപനമൊക്കെ യൂത്ത് കോൺഗ്രസ് വലിയ പ്രഖ്യാപനം നടത്തി. DYFI കൊടുത്തു, യൂത്ത് ലീഗ് കൊടുത്തു, യുവ മോർച്ച കൊടുത്തു. ഇവന്മാർ മേപ്പോട്ട് നോക്കിയിരിക്കുക. കിട്ടിയതെല്ലാം മറ്റവന്മാർ രണ്ടും കൂടെ അടിച്ചെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവർ പറയുന്ന അക്കൗണ്ടിലുണ്ട്. അക്കൗണ്ടിൽ വന്നത് മാത്രമല്ല ഫണ്ട് വന്നേക്കുന്നത്, ക്യാഷായിട്ട് കൊടുത്തുണ്ട്. അപ്പം പിന്നെ അതല്ല, കഴിഞ്ഞ ദിവസം വയനാട് വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഞാൻ അറിഞ്ഞിരുന്നു ആ വിഷയം. പിന്നെ നമ്മൾ പിന്നെ സൈലന്റ് ആവും. അത്യാവശ്യം പിന്നെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇനി അവന്മാർ തല പൊന്തിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ തിരികെയാണെങ്കിൽ നമ്മൾ പറയുന്നുള്ളൂ എഴുതിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്ക് സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിൽ വേറെ ഒന്നും വേണ്ട സിബി. പിന്നെ പല വീടുകളിലും സമ്പന്നരുടെ അടുത്ത് നിന്ന് തുണികൾ ശേഖരിക്കുക, പാവപ്പെട്ടവർക്ക്
ഒരുപാട് യൂസ് ചെയ്ത് ഇതായിട്ടുള്ളത് കൊണ്ടേ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരു മര്യാദ രീതിയിലൊക്കെ ഉള്ളത് എടുത്തിട്ട് പാപ്പയുടെ സ്കൂൾ കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരാളെ വീട്ടിൽ പോയിട്ട് ചാരിറ്റി എന്നുള്ള രീതിയിൽ പറയുക, നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ട്. അങ്ങനത്തെ രീതികളുണ്ട്. വേറൊന്ന്, നാട്ടിൻപുറത്തെ റോഡൊക്കെ കാട് പിടിച്ച് കിടക്കും, റോഡിൻ്റെ സൈഡിലില്ല, ഒരു വണ്ടി വന്നാൽ സൈഡിലോട്ട് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ഉള്ള സ്ഥലങ്ങളിൽ ഇവരൊരു ഞായറാഴ്ച തീരുമാനിക്കുക, യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുമിച്ച് കൂടാൻ, ഒന്ന് കൂടിയിട്ട് ഈ കാട് വെട്ടി വൃത്തിയാക്കി കൂടെ. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇത് പണി ചെയ്തു. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തികൾ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം റീൽസ് ആണ് യൂത്ത് കോൺഗ്രസ്. അതെ 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 അതെ. അപ്പൊ ഈ റീൽസിൽ കളിച്ച് നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ സംബന്ധിച്ചിട്ട് പാലാട് രവിയെ പോലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അത് തെറ്റായിട്ട് ഇവർക്ക് തോന്നിയേക്കാം. അവർക്ക് തോന്നിയൊരു കാര്യമുണ്ട്, പാലോട് രവിയൊക്കെ ഈ പണിയെടുത്ത് നടത്തിയിട്ടുള്ള ആളാ. 76 വയസ്സുണ്ടാ മനുഷ്യന്. KSUലൂടെ വരിക എന്ന് പറഞ്ഞാൽ 10-16 വയസ്സിൽ തുടങ്ങി. 10-16 വയസ്സിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സ്കൂൾ രാഷ്ട്രീയമുണ്ട്. UP സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെ ഇലക്ഷൻ ഉണ്ട്. അപ്പൊ ഏറെക്കുറെ ഒരു 12 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 64 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. ഇപ്പൊ നമ്മൾ VS-നെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ 64 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി 10-30 വർഷം കഴിഞ്ഞിട്ടുണ്ടായവർ ഇയാളെയൊക്കെ പഠിപ്പിക്കാൻ പോവുകയും ഇയാളെയൊക്കെ മെരുക്കാൻ പോവുകയും പിന്നെ ഇവർ ഈ തോന്നിയാസം കാണിച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള സങ്കടം കൊണ്ട് പറയുന്നതാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്താ ഓപ്ഷനില്ലേ? ഇദ്ദേഹം ഇപ്പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ വയസ്സുകാലത്ത് KV തോമസിനെ അക്കോമഡേറ്റ് ചെയ്തല്ലോ CPM-ലോട്ട് പോകാൻ തീരുമാനിച്ച CPM അക്കോമഡേറ്റ് ചെയ്യും. BJP-ലോട്ട് പോകാൻ തീരുമാനിച്ച BJP മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യും. പാലോട് രവിയെ പോലെയുള്ള തലമുതിർന്ന 3 പ്രാവശ്യം MLA ആയിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ഒരാളെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കാം അദ്ദേഹത്തിന്. അതൊന്നും ചെയ്യാതെ ഈ വയസ്സുകാലത്ത് വീണ്ടും ഇതിനെ നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പറയുമ്പം അത് കട്ട് ചെയ്തിട്ടോനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ വോയിസ് ഇട്ട മാധ്യമങ്ങളും അവരുടെ ധാർമ്മികത ഒന്ന് പരിശോധിക്കും. കാരണം ഇത്രയുമായിട്ട് ഏതൊക്കെയായാലും പാലോട് രവി പറയില്ല. പാലോട് രവി പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചുള്ളത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം അദ്ദേഹത്തിന്റെ ഫുൾ കോൺവെർസേഷനിൽ ഇത് തിരുവനന്തപുരം ലാംഗ്വേജിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇതേപോലെയൊക്കെ പോയി കഴിഞ്ഞാൽ മൂന്നാമത് പോകും, അല്ലെങ്കിൽ അതിന്റെ താഴത്ത് ഇല്ലാണ്ടാവാൻ പോകും. ഈ ഒരു സ്ലാഗിൽ അദ്ദേഹം പറഞ്ഞു പോയതിനെയാണ് ഈ മാധ്യമ ചട്ടകൾ തന്നെ പറയേണ്ടി വരും. അവന്മാരെടുത്തിട്ട് അവരിട്ടതിനകത്ത് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുകയാണ്. വൃത്തികെട്ട വാർത്തകൾ കൊടുക്കുന്നത് മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഒരു ഗപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഐറ്റം തന്നെയാണ്. അപ്പം ഈ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഒരുത്തനെ ഏറില്ലെങ്കിൽ മറ്റോനെ ഏറുകയും അപ്പോൾ അവൻ്റെ റീച്ച് കൂടും. അങ്ങനെ വരുമ്പോൾ വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കൊടുക്കേണ്ടി വരും. പക്ഷെ കൊടുക്കുന്നതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളടുത്ത് വോയിസ് തുടങ്ങി നമുക്ക് എയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് തെറ്റുമല്ല. പക്ഷേ അത് ഉള്ളത് എയർ ചെയ്യുന്നതിനകത്ത് കൂട്ടത്തിൽ ഇവരുടെ ഒപ്പീനിയൻ പറയണം. ഇതിനകത്ത് തീർച്ചയായിട്ടും ഇത് കാണിച്ച് തെമ്മാടുത്തരാണെന്നും ഈ മനുഷ്യൻ പോസിറ്റീവായിട്ടാണ് ഇതിനെ സർഗാത്മക വിമർശനമാണ്, പാർട്ടി നന്നാവണം എന്നുള്ള ആത്മാവിലെ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്, കണ്ണടയുന്നതിന് മുമ്പ് ഇത് നശിച്ച് കാണരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണെന്നുള്ളത് ആ മാധ്യമങ്ങൾ ഇവന്മാർക്കെല്ലാം ചർച്ച ഉണ്ടല്ലോ. അന്തിച്ചർച്ചയ്ക്കകത്ത് ആ ആംഗിളിൽ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു പണിയും ചെയ്യാതെ പാർട്ടിയുടെ, അത് കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തലപ്പത്ത് വന്നിരിക്കുന്ന പെട്ടിപിടുത്തക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിട്ട് ഈ പാലോട് രവിയെ പോലെയൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിത്തട്ടിൽ പണിയെടുത്ത് പൊരുതി കയറി വന്ന ആളുകളെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട്, അതായത് അപ്പൻ ചത്തിട്ട് വേണം ആ കട്ടിലിൽ കയറി കിടക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഈ കോൺഗ്രസിനകത്തുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തനാണെന്ന് ഈ ഓഡിയോ എടുത്ത് ചാനലുകാർ കൊടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുമോ? സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് ദോഷം വരത്തക്ക രീതിയിൽ ഉള്ള ഒരു വോയിസ് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വോയിസ് ഇത് പറഞ്ഞ പാലോട് രവിക്കെതിരെ അല്ല നടപടി വേണ്ടത്. പാലോട് രവി സംസാരിച്ചോണ്ടായിരിക്കുമല്ലേ വോയിസ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. അവരെ പിടിച്ചിട്ടാണ് പിന്നെ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടത്. കാരണം പാലോട് രവി പറഞ്ഞിരിക്കുന്നതിന്റെ ആദ്യവും അവസാനവും പറയാതെ അതിന്റെ ഇടയ്ക്കുള്ള കട്ടെടുത്തിട്ട് വേണ്ടാന്നേ. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകും. തീർച്ചയായിട്ടും ഈ സാധനം എടുത്തിട്ട് ഇപ്പൊ ഞാൻ CP എടുത്തിട്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് നമ്മൾ നാളെ പിണങ്ങുമ്പോൾ ഇതെടുത്തിട്ട് എറിയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവൻ ചെയ്തിട്ടുള്ളത് ഈ പാലോട് രവിയുമായിട്ട് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടവൻ ചെയ്തതാണ് ഫാദർലെസ് പൊളിറ്റിക്സ്. തീർച്ചയായിട്ടും. കാരണം അവനെ സംബന്ധിച്ചിട്ട് അവനൊന്നും രാഷ്ട്രീയത്തിലേ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പാലോട് രവി എന്നൊക്കെ പറഞ്ഞാൽ ഈ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്തൊക്കെ സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരുപാട് സാംസ്കാരിക പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക സംസ്ഥാന പരിപാടികളും ക്യാമ്പുകൾ ഇങ്ങനെയൊക്കെ ഇതൊന്നും അറിയത്തില്ല. ഇന്ന് ക്യാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും ഒക്കെ എന്താണ് കോൺഗ്രസിൽ പണ്ട് നടന്നിട്ടുള്ള ക്യാമ്പുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിനകത്ത് ശ്രേയാംസ്മാറിനടുത്ത് പൈസ മേടിച്ചിട്ട് അയാളെ കൊണ്ടു. പിന്നെ അത് മാത്രമല്ല എന്റെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് മാതൃഭൂമി പത്രത്തിൽ കൊടുക്കണം എന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു കൊണ്ടുപോയി. രണ്ടാമതെന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പ് ഒരു ക്യാമ്പ് നടന്നതിനകത്ത് രാത്രി കള്ളു കുടിച്ചിട്ട് ഡാൻസ് ഇതൊക്കെ നടക്കുന്നത്. ഇത് കാരണം ഇവര് നന്നാവില്ല. ചെയ്യേണ്ട കാര്യം പാലോട് രവിയുടെ ഈ സാധനം വോയിസ് ഇടുന്നതോട് കൂടിയിട്ട്
കോൺഗ്രസ് ചെയ്യേണ്ടത് പാലോട് രവിയുമായിട്ട് സംസാരിച്ച ആളെ, ഇത് ലീക്കാക്കിയ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പാലോട് രവിയെ പ്രൊട്ടക്ട് ചെയ്യും. മാധ്യമങ്ങൾ ചെയ്യേണ്ടത് പാലോട് രവിയുടെ നമ്മൾ പറഞ്ഞ പോലെ ഉദ്ദേശ ലക്ഷ്യം പോസിറ്റീവായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിയെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഓരോ പ്രവർത്തകന്റെയും വികാരമാണ് അദ്ദേഹം പ്രതിഫലിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്.